40 ഡിഗ്രിയാണ് കേരളത്തിലെ ചൂട്. ഈ ചൂട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് 24 hours ഐ ആം ഗോണ സർവൈവ് ഇൻ ഐസ്. നെക്സ്റ്റ് 24 hours ഞാൻ സർവൈവ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡ്രമ്മിലാണ്. ഇത് സാധാരണ ഡ്രമ്മല്ല, നമ്മൾ ഓൾറെഡി ഇതിൽ ഐസ് വാട്ടർ നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐസിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ ചെറിയൊരു പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഈശ്വര ഒരു ആപത്തും വരുത്തല്ലേ. നമുക്ക് മാരക റീച്ച് കിട്ടിയ വീഡിയോസ് ആണ്. അത് രണ്ടും ഞാൻ കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. ഈ ഒരു 24 hours ഇൻ ഐസ് എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാണ്ടിരിക്കേണ്ടത് കുട്ടൂസിന്റെയും അർണോൾഡിന്റെയും ജോബാണ്. കുട്ടൂസിനും അർണോൾഡിന് ഞാൻ ഫുൾ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 24 hours ഇൻ ഐസ് ചാലഞ്ച് ഞാൻ കംപ്ലീറ്റ് ആക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും നോക്കാം, ലിറ്ററലി എന്ത് വേണമെങ്കിലും. അങ്ങനെ അവർ ആ ഒരു ടാസ്കിൽ ജയിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടാങ്ങനെ 1000 rupees വെച്ച് കൊടുക്കുന്നതായിരിക്കും. പക്ഷെ അഥവാ ഞാൻ ഈ ഒരു 24 hours കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടിന്റെ തലയിൽ ഞാൻ സ്ലൈം ഒഴിക്കുന്നതായിരിക്കും. ഈ ഒരു ചലഞ്ചിന് 2 റൂളാണുള്ളത്. എന്തെങ്കിലും ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ റിവാർഡ് ആയിട്ട് മാത്രമാണ് എനിക്ക് ബാത്റൂമിൽ പോകാനോ ഈ ഒരു ഡ്രം ഒന്ന് പുറത്തിറങ്ങാനോ പറ്റുള്ളൂ. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് കുട്ടൂസും അർണോൾഡും എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്തിരിക്കണം. ഇവ പണി തുടങ്ങി കേട്ടോ എന്നെ പുറത്താക്കാൻ വേണ്ടിട്ട്. ഇത് പാട്ട് പാടുന്ന നിങ്ങൾ വിചാരിക്കും ഇത് അത്ര വലിയ കിടിലൻ ടാക്ടിക്സ് ഒന്നും അല്ല. പക്ഷെ ഇത് എനിക്ക് ഇങ്ങനെയൊക്കെ വലിയ ഛർദിക്കാൻ വരും. അവിടെ നിർത്തണം ശരിക്കും. നിർത്തണേ ഒരു സമാധാനം. നമ്മളെ 24 hours അങ്ങനെ സ്റ്റാർട്ട് ആയിരിക്കാണ്. എങ്ങനെയാണ് ഈ ഒരു ചാലഞ്ചിൽ സമയം കളയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ മുങ്ങാൻ പറ്റുന്നത്ര വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ചെയ്യാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. പിന്നെ ഞാനായിട്ട് എന്തിനാ ചെയ്യണ്ടെന്ന് നോക്കുന്നത്? ഞാനും ചെയ്തു. പിന്നെ വെള്ളത്തിൽ ഇരുന്ന് അനന്തഭദ്രത്തിലെ ദിഗംബരനെ പോലെ കളിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് 1 മണിക്കൂർ അങ്ങ് പോയി. നമ്മളെ ചാലഞ്ച് തുടങ്ങിയിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ഐസ് നമ്മൾ ഇടാൻ വേണ്ടി പോവാണ്. തണുപ്പ് ലേശം കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ. പിന്നെ ഞാൻ തന്നെയാണ് പറഞ്ഞത് എനിക്ക് 24 hours ഫെയർ ആൻഡ് സ്ക്വയർ ആയിട്ട് തീർക്കണം ഐസ്. ഇതാ കട്ട സാധനം ഉണ്ട്. ഇനി ഇത് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇനിയും ഐസ് ഉണ്ട്. ഓരോ മണിക്കൂർ ആകുമ്പോൾ നമ്മൾ നെറ്റ് ടോപ്പ് അപ്പ് ചെയ്യുന്ന പോലെ ടോപ്പ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ കുട്ടേഴ്സ്, റെഡി? പുതിയ ഐസിന് വല്ലാത്ത തണുപ്പ്. ഇല്ല ഒന്നും ആയിട്ടില്ല. പുറത്തിറങ്ങണ്ടേ, ഔട്ടാക്കണ്ടേ? താഴെ കുറച്ച് ചൂടുണ്ട്, മേലെ മാത്രമേ തണുപ്പുള്ളൂ. ഇനി അഥവാ തണുപ്പ് വിടുകയാണെങ്കിൽ എന്റെ അടുത്ത് ട്രിക്ക് ഉണ്ട്. തണുപ്പുണ്ടാ? 24 hours ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇല്ല ഒന്നും ആയിട്ടില്ല. ഉള്ളിലിടല്ലോ. നല്ല സുഖം ഡ്രൈവിക്ക്. അല്ല മതിയാവുന്നില്ല. ഇനി അത് വിചാരിക്കണ്ട. 1000 ഉറുപ്പ്യ മറന്നേക്ക്. കയ്യിലല്ല സാധനം വരാൻ തുടങ്ങി കേട്ടാ. കണ്ടാ സാധനം വന്ന്. നമ്മളിത് ഫേക്കേ അല്ല, സാധനം വരാൻ. ഇങ്ങനെ ആൾക്കാർ മരിക്കുന്നു. മരിക്കും. ബളിയോ പോയാളാണ്. കുഴപ്പമില്ല, അതിന് മുന്നേ പുറത്തിറക്കാം. ഞാൻ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 24 hours കംപ്ലീറ്റ് ആയിട്ട്, ഇല്ലെങ്കിൽ ഷവായിട്ട്. എന്റെ കോളേജിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സീനിയർ ഭയങ്കര ചൂടല്ല ഇപ്പൊ, വെള്ളം കുടിച്ചാ അവിടെ തലറിങ്ങി പോയി, ബ്ലഡ് ക്ലോട്ട് ആയി. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ ശരിയായി. ഇവിടെ ഡിസ്പെൻസറി പോലും ഇല്ല. ഞാൻ വെള്ളം കുടിക്കുന്നില്ലാലോ, അന്നേരം കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ കയ്യെല്ലാം ഇങ്ങനെ ആയില്ലേ, ചാവലായിരിക്കും. ചത്ത 1000 ഉറുപ്പ് എടുക്കരുത് കേട്ടോ. ഞാൻ അഥവാ 24 hour ചാവാണെങ്കിൽ 24 hour കഴിഞ്ഞിട്ട് തന്നെ പുറത്തിറക്കാൻ പാടുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് 1000 ഉറുപ്പ്യ കിട്ടൂല. ചത്താൽ നിങ്ങൾക്ക് 1000 ഉറുപ്പ്യ വരില്ല. അതാണ് എന്റെ പോളിസി. ആന കുത്താൻ വന്നവരെ പേടിക്കാത്ത ആളാണ് ഞാൻ. പക്ഷെ കുട്ടൂസിന്റെ കഥ കേട്ടിട്ട് പേടിയില്ലാതില്ലാണ്ടില്ല. മാരി വാർത്തകളല്ലേ കേൾക്കുന്നേ, പേടിയില്ലാണ്ടിരിക്കോ ഗൈസ്? അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? പിന്നെ ആര് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടപ്പോ ഒരു പേടിയെല്ലാം കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് മാറി. നമ്മൾ ആടെ നിന്ന് കുറെ റീൽസ് എല്ലാം കണ്ടപ്പോഴത്തേക്കും ഐസിലാ കിടക്കുന്നുള്ള ബോധം പോലും എനിക്കുണ്ടായിട്ടില്ല. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇവര് ഐസ് ഡ്രമ്മിലേക്ക് ഇട്ടോണ്ടിരുന്ന്. പക്ഷെ തണുപ്പ് ഇൻസൈഡ് ദ ഡ്രം വാസ് മാനേജബിൾ ഫോർ മീ ഗൈസ്. എന്തോ സംഭവിച്ചോട്ടെ, ഈ വെള്ളത്തിൽ എന്തോ പ്രാണി ഉണ്ട്. അല്ല ഇവിടെ ഒരു കുരുപോലെ വന്നു, എന്തോ കടിച്ചിന്. പിന്നെ കുറവെല്ലാം ചൊറിയുന്നുണ്ട്. എനിക്ക് വന്ന ഈ വെള്ളത്തിൽ കുറെ നേരം കിടന്നിട്ട്. പക്ഷെ ഞാൻ കുളിച്ചിട്ടാ കേറിയത്. എന്തുകൊണ്ട് ഞാൻ തപ്പട്ടെ നരസിംഹമായിട്ട്. Hello, how are you? I am under the water. Please help me. Here too much raining. എന്തായാലും ഡ്രമ്മിലേക്ക് ഇറങ്ങിയതല്ലേ, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലും ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു റീൽ അങ്ങ് ക്രിയേറ്റ് ചെയ്തു.
ഞാൻ ഈ ഐസ് കോൾഡ് വാട്ടറിൽ മുങ്ങാൻ വേണ്ടി പോവാണ്. എത്ര നേരം മുങ്ങുന്നു ഇവർ രണ്ടുപേരും ഗസ് ചെയ്യുന്നതായിരിക്കും. ആരാണോ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ഗസ് ചെയ്യുന്നത് ഹി വിൽ വിൻ 500 rupees. എടുക്കൂ, എത്ര സമയം എടുക്കും? 1.9. അവർ 2 മിനിറ്റ്. ഏട്ടാ എണീക്കരുതേ, മരിച്ചു. കുഴപ്പമില്ലടാ. മരിച്ച മറ്റേ ആക്രോമാനെ പോലെ അവിടെ ഇരിക്കുന്നത്. ആ ശരി ശരി, അടുത്ത് തന്നെ ഇരുന്നോ. മറ്റേ ഓക്സിജൻ സിലിണ്ടർ വേണോ? ഇപ്പൊ എണീക്കും. 3, 2, 1. ഞാൻ മുട്ടി എണീക്കും. പോടാ ഏട്ടാ. 2 മിനിറ്റ് നിൽക്കണേ, എങ്ങനെയെങ്കിലും 2 മിനിറ്റ് നിൽക്കണേ. 2 മിനിറ്റ്. ആ ശരി. അതന്നെ 1 മിനിറ്റ്. 47 സെക്കൻഡ്. ആ 2 മിനിറ്റ് പറഞ്ഞ കുറച്ച് നേരം നിൽക്കട്ടെ. 1.9. 500 rupees. അങ്ങനെ ക്ലോസസ്റ്റ് ഇവ അടിച്ചു വെച്ചിട്ടാണ് ജയിക്കുന്ന 2 മിനിറ്റ്. എന്തായാലും 24 മണിക്കൂർ ഇതിന്റെ ഉള്ളിൽ ഇരിക്കണം, വേറൊന്നും ചെയ്യാനില്ലാണ്ട്. പക്ഷെ എനിക്ക് 24 മണിക്കൂർ വേസ്റ്റ് ആക്കാനില്ല. മിസ്റ്റർ ബീസ്റ്റും ഗാരി വി ഒക്കെയാണ് എന്റെ ഐഡിയൽസ്. അവരൊന്നും ടൈം വേസ്റ്റ് ചെയ്തില്ല. സോ അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോസിലുള്ള കണ്ടന്റ് ഞാൻ ഇപ്പൊ തന്നെ സെറ്റാക്കി. കൊല്ലുന്നു. ഇല്ല, രാവിലെ 2-3 പ്രാവശ്യം ഇട്ടിന്. പക്ഷെ ഇത്ര തണുപ്പുണ്ടായിട്ടില്ല. എനിക്കറിയില്ല, രാവിലെ ഉച്ചക്കായോണ്ട് നല്ല വെയിലല്ലേ, തണുപ്പുണ്ടാവില്ല. പക്ഷെ ഭയങ്കര തണുപ്പ്. രാവിലത്തെ എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയതായി പരിപാടി. വിശക്കുന്നു സത്യം പറഞ്ഞാൽ. വേറൊരു കുഴപ്പമില്ല, എൻ്റെ കൈയെല്ലാം കണ്ട അത്ര നേരം നമ്മൾ വെള്ളത്തിലേക്ക് കൈയെല്ലാം ചുരുങ്ങി എന്തുവായി. പക്ഷെ തണുപ്പിന്റെ ഒരു കുഴപ്പമില്ല, സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ വിശക്കുന്നു, ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഈറ്റങ്ങളാണെങ്കിൽ ഫുഡും തരുന്നില്ല. ഓരോ ഇതാവുമല്ലോ, എന്നെ പുറത്താക്കേണ്ട ട്രിക്ക് ആവുമല്ലോ. എന്താ ചെയ്യാ, 2 മണി കഴിഞ്ഞു. 2 o'clock ഈസ് ഓവർ. എത്ര മണിക്കൂർ? 6 മണിക്കൂറായി. 6 മണിക്കൂറായി കേസിന്. പച്ചവെള്ളം കുടിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മുങ്ങുമ്പോൾ വായിൽ പോന്ന് ഈ വെള്ളം മാത്രമേ ഉള്ളൂ. ആ ചാന്നതിന് മുമ്പേ ഫുഡ് എടുത്തിട്ട് വരുന്ന പ്രതീക്ഷയിൽ സൈനിങ് ഓഫ് ഗൈസ്. ബൈ. ഇത് ഞാൻ വിശന്നിട്ട് കരയുന്നതാണ്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഗൈസ്. ഇത് ഞാൻ കൈ അണ്ടർ വാട്ടർ ഗ്ലാസ് ആക്കിയിട്ട് താഴെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നോക്കുന്നതാണ്. ഫൈനലി നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡ് കാണിക്ക്. വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുമ്പോ അവരോട് ഞാൻ നേരത്തെ എടുക്കാൻ പറഞ്ഞ ചോറ് വിശപ്പുണ്ട്. ശാക്രൊന്നും കുടിപ്പോയി. അതല്ലേ അതിട് അയറ് നല്ല ചോറ് ചോറ്. ഫ്ലോട്ടിങ് ഫുഡ് 5 സ്റ്റാർ ഹോട്ടൽ മാത്രല്ല, സീരി. നല്ല ഫുഡെല്ലാം കഴിച്ചെനിക്ക് നല്ല ഉറക്കമുണ്ട്. നല്ലോണം ഉറങ്ങുക. വെള്ളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഉറങ്ങുന്നതിന് പ്രശ്നമില്ല. ഞാൻ കണ്ണെല്ലാം മുട്ടി പോകുന്നുണ്ട്. പക്ഷേ അടുത്ത ഐസ് ഇടാൻ സമയമായിരിക്കുകയാണ് ഗൈസ്. സോ ഐസ് ഇട്ട് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. ഇടറ ഐസ്. എടാ ഇതെന്താണ് ഇത്? ബോംബാ. അത് നല്ല തണുപ്പുണ്ടല്ലേ, എക്സ്ട്രാ തണുപ്പ്. രാവിലെ ടൈസൊന്നും ഇത്ര തണുപ്പുണ്ടായിട്ടില്ല. കുറെ നേരം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടാകുന്നല്ലേ. I will survive, guys. ഉച്ചക്ക് ഇങ്ങനെ തണുത്തിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു ഐഡിയ എത്തിയത്. എനിക്കിതൊന്ന് പുറത്തിറങ്ങാൻ പറ്റൂല, അത് ശരി തന്നെ. പക്ഷെ ഇവന്മാരെ കൊണ്ട് എനിക്ക് പണിയെടുപ്പിക്കാലോ. സ്നിക്കേഴ്സ് എടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിലുണ്ട്. രണ്ടെടുത്തോ. എന്റെ ഫോൺ നിൽക്കണേ. തിരിച്ചാ നോക്കട്ടെ, ആരെയും വിളിച്ചെങ്കിലോ. തൊടാൻ കഴിയാ, അതൊന്നും തോന്നേ. എന്തെങ്കിലും എടുക്ക് വെറുതെ. ഇൻസ്റ്റാഗ്രാമിലത്തെ 2 റീൽസ് കൊണ്ട് അർത്ഥം കണ്ടുപിടിക്കട്ടോ. വെക്ക് സൂപ്പറാ. തിരിഞ്ഞ് വിട്ടോ വിട്ടോ. തിരിഞ്ഞ് അല്ല മേലോട്ട് വരാല്ലേ. മറ്റേ മണിക്ക് കിട്ടുക മറ്റുന്ന കേട്ടോ. പട്ടെ
ശരിക്കും ആയിരിക്കാം ചലഞ്ച്. നമ്മള് പറയുന്ന അർണോൾഡിന് ലേശം ബോധം ഉണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ ലേശം നേരം കൂടി ഇവനെ പണിയെടുപ്പിക്കേനു. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 7.5-8 മണിക്കൂറായി വെള്ളത്തിൽ തന്നെ നടക്കുന്നത്. എന്റെ കൈയെല്ലാം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. നമ്മൾ ഐഫോണിലായതുകൊണ്ട് കറക്റ്റ് ഡീറ്റെയിൽസ് ഇട്ടും. നേരത്തെ ഇങ്ങനെ ചൊരണ്ടിയ സമയത്തില്ല ഇവിടുന്ന് എന്തെല്ലാം അടർന്നു വരുന്നുണ്ട്. തൊലിയാകുമെന്ന് കാലിന്റെ അവസ്ഥ എന്താ എനിക്കറിയില്ല. ഞാൻ പൊന്തിച്ച് വെക്കാൻ കഴിയാത്തോണ്ട് നോക്കിയിട്ടില്ല. കൈ അറുന്നുകൊണ്ട് മാക്സിമം ഞാൻ അതിന് വെള്ളത്തിന് പുറത്ത് വെക്കാൻ നോക്കുന്നത്. വല്ലാത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചൊറിയുന്നുണ്ട്. എന്താ അറിയില്ല, അല്ലാണ്ട് ചൊറിയുന്നുണ്ട്. അതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. അല്ലാണ്ട് തണുപ്പിനൊന്നും എന്നെ തോപ്പിക്കാൻ വേണ്ടി പറ്റില്ല. തണുപ്പ് രാവിലത്തെ കാട്ടി നല്ല തണുപ്പുണ്ട്. വൈകുന്നേരം പറഞ്ഞോളൂ പറഞ്ഞ കിടിലം ലൈറ്റ് ഉണ്ട്, ഞാൻ കിടിലം പോലത്തെ സിനിമാറ്റിക് വീഡിയോ എടുത്തു തരാന്ന്. ഞാൻ വിചാരിച്ചത് വല്ല അല്ലു അർജുനെ പോലെ ഉണ്ടാവുന്നതാണ്. ഇവൻ ചെയ്തു വെച്ച് നോക്കിയാട്ട് ഇതേത് റിസോർട്ടിന്റെ പരസ്യം പോലെയാറ്റും. മോശമായിട്ട് പുറത്താക്കാൻ വേണ്ടി കുറെ കാര്യം ചെയ്ത് ഒന്നും പോലും നടക്കുന്നില്ല. ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡ് തലക്കറിഞ്ഞ് നമ്മൾ പുറത്താക്കാൻ വേണ്ടി പോവാണ്. സോ തലക്കറിയില്ല, ബാറ്റ് കൊടുക്കാം. എന്തായാലും തലക്കറി നടക്കാവും. സോ ഇതിൽ നമ്മൾ എന്തായാലും മൂപ്പരെ പുറത്താക്കും. ഓക്കെ, ചെറുതായിട്ട് നമ്മൾ സ്റ്റിച്ച് ബോർഡ് മാറ്റി വാട്ടർ കൊണ്ടില്ല അറിയൂ. ഞാൻ റിസോർട്ടിന്റെ ആഡെല്ലാം ചെയ്ത് ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന സമയത്താണ് ഇവന്മാർ ഒരു ബാറ്റ് എടുത്തിട്ട് വന്നത്. എന്തിനും വാക്സിൻ അടിച്ചത് ഇതിവന്മാരെ പുതിയ ചലഞ്ചാ പോലും. ഇവരൊരു 10-25 വാട്ടർ ബലൂൺ എന്റെ നേരെ എറിയും. ആൻഡ് 3 എണ്ണം എന്റെ മേത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കണം. ഇനി അഥവാ 3 എണ്ണം മേത്ത് കൊള്ളാണ്ട് ഞാൻ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ എനിക്ക് ബാത്റൂം ബ്രേക്ക് ആയിട്ട് ഇവര് തരും. ആലോചിച്ച് നോക്കിയപ്പോ ഞാൻ ഔട്ടാ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും കുറെ നേരം ഞാൻ ഈ വെള്ളത്തിലിരിക്കുന്നത്. എനിക്ക് എന്തായാലും ബാത്റൂം പോയാൽ മതിയാവുള്ളൂ. സോ ഐ ഡിസൈഡഡ് ടു ഫേസ് ദ ചലഞ്ച് ഗൈസ്. എന്താ മറിഞ്ഞു പോനെ കർണാടക സ്വിങ് ചെയ്യണം. അവൻ ഇപ്പൊ പാടും. നമ്മളെങ്ങനെങ്കിലും കൊല്ലും. ഇടുന്നൊരു തലയിലൊക്കെ കൊണ്ടപ്പുറത്ത് ഓൾറെഡി 2 ബലൂൺ എന്റെ മേത്ത് കൊണ്ടുകഴിഞ്ഞ്. ഇത് കൊണ്ടുകഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ചലഞ്ച് ഇവിടെ അവസാനിപ്പിച്ച് 1000 ഉറുപ്പിക ഇവർ കൊടുത്ത് പോകേണ്ടി വരും. ഐ കനോട്ട് ഡു ദാറ്റ് ഗൈസ്. കാരണം എൻ്റെ കൊടുക്കാൻ 1000 ഉറുപ്പിക ഇല്ല. അത് ഞാൻ വെറുതെ കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു. സോ ഐ നീഡ് ടു ഫേസ് ദിസ് ബോൾ. തോണി അടിക്കുന്ന പോലെ ഒരു കിടിലം ഹെലികോപ്റ്റർ ഷോട്ട് അടിച്ച് ആ ഒരു ബലൂൺ അപ്പുറത്തിക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷെ അമ്മാരി കളിയെ ചെയ്തിട്ട് ടസ് ഡ്രം അടക്കം ഞാൻ താഴുകയില്ലായിരിക്കും. സോ എനിക്കിനി വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ CSK ഫാൻ ആണെങ്കിലും മുംബൈ ഇന്ത്യൻസിന്റെ കൈ അടിക്കുന്ന പോലത്തെ ഷോട്ടേ എനിക്കിനി അടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കൈ തൊട്ടിട്ടുണ്ടാവും. Now he goes over cover. This is some batting. എന്ത് ചെയ്താലും എന്നെ തോപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആകെ ഉണ്ടായ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഇവര് ബലൂണില് വെള്ളം നിറച്ച ചൂടുകൊള്ളാൻ ഇതിൽ നല്ല ചൂടായിട്ടുണ്ട്. കുറച്ചായിരിക്കാം ചായ ആയിട്ടില്ലല്ലോ, ഇറങ്ങുന്നുണ്ട് ഇപ്പൊ. 24 hours അതുവരെ ഞാനുണ്ട്. നമ്മളോട്ടെ അർണോൾഡ് എല്ലാം വേറെ പരിപാടി സെറ്റ് ആക്കിയിട്ടാണ് വന്നത് ഗൈസ്. ഞാൻ 24 hours പോയിട്ട് 2 മണിക്കൂർ പോലും അതിൽ ഇരിക്കുന്നോ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ അർണോൾഡ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മോന് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. കുട്ടൂസ് ഓന്റെ കൂടെ എവിടെയാ പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ അവിടെ കുറെ നേരം വെറുതെ ഇരുന്ന്. എവിടെയല്ലോ പോയി തണ്ടിത്ത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വന്നിന്. 6:30 ഞാൻ ഇതുവരെ എത്തുന്ന ഇവര് വിചാരിച്ചേ എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ല. പ്രശ്നം എന്ന് വെച്ചാൽ 7:30 RCBന്റെ കളിയുണ്ട്. ഞാൻ ചെന്നൈന്റെ ഫാനാ, പക്ഷെ വെറുതെ കാണാം, ഒരു രസമല്ലേ, ഒരു കോമഡി ടീമാണ്. പിന്നെ 7:45 റയലിന്റെ കളിയുണ്ട്. അപ്പത്തേക്ക് RCBന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പോൾ അത് പറഞ്ഞിട്ട് ആ കളിയും കാണണം. അപ്പൊ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ഒന്നാമതോടെ നെറ്റ് കിട്ടും, ഭയങ്കര സ്ലോ. പിന്നെ അവിടെ എന്റെ റൂമിൽ നേരത്തേക്ക് ഇത് മാറ്റണം, കുട്ടി കൊണ്ടുപോകണം. അപ്പൊ ബാക്കി ചാലഞ്ച് നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. എന്നെ അടക്കം ഇവർക്ക് 2 പൊന്തിച്ച് മാറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുള്ളായിട്ട് ബോഡി പുറത്തിടാണ്ട് ചെറിയ കൈമാത്രം ടച്ച് ചെയ്തിട്ട് നമ്മൾ
നമ്മൾ അവിടെ കൊണ്ടുവെക്കുന്നതായിരിക്കും എങ്ങനെയെങ്കിലും. അത് മാത്രമല്ല ആ വാട്ടർ ബലൂണിന്റെ ഞാനാണ് ജയിച്ചത്, എനിക്ക് എന്നെ പുറത്താക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ അരമണിക്കൂർ നമ്മളിപ്പോ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പത്തേക്ക് നമുക്ക് ഇതെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെക്കാം, എനിക്ക് കളിയും കാണാം. അങ്ങനെ എന്റെ ഐക്യു അരമണിക്കൂർ റെസ്റ്റ് സ്റ്റാർട്ട്. ഓടിപ്പിടിച്ച് നിങ്ങൾക്ക് സായിപ്പാണോ ഫ്രീ ആയിട്ട് മറ്റേ മോത്തേക്കുന്ന സാധനം തേക്കണ്ട. എല്ലാ ദിവസവും 2 മണിക്കൂർ വെള്ളത്തിൽ കുടുങ്ങി. പുറത്തിറങ്ങി ഉള്ളിലിറങ്ങിയാലും കണക്കണ്ട. പക്ഷെ അരമണിക്കൂർ നമുക്ക് കിട്ടിയ നമ്മൾ എന്തായാലും മുതലെടുക്കണം. രാത്രി ഉള്ളിലിരുന്ന് ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞതിന് എനിക്ക് വേറൊരു ഐഡിയ കൂടെ ഉണ്ടായിരുന്നു. പുറത്ത് എന്തായാലും രാത്രി നല്ല തണുപ്പാം, അതിന്ന് സർവൈവ് ചെയ്യാനാണ് ഞാൻ ഉള്ളിൽ പോവാന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ എനിക്ക് വലിയൊരു പണി ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. വെള്ളം തണുത്തിട്ടില്ല, വെള്ളം തണുത്തിട്ടില്ല. സത്യം പറഞ്ഞ റൂമിൽ കയറിയാല് പുറത്തുനിന്ന് തണുപ്പ് ഒഴിവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കളി കാണുന്നില്ല. പക്ഷെ ഇതേപോലത്തെ ഒരു ചതിന പ്രതീക്ഷ. റൂമിൽ AC ഉണ്ട്, അത് ഇവ ഉപയോഗിക്കുന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഉള്ളത് റൂമിൽ AC ഉണ്ട്, അതെനിക്ക് പാരാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഗൈസ്. റൂമിൽ AC ഉള്ളത് ഞാൻ മറന്നു എന്നുള്ളതാണ്. നിൽക്കട്ടെ, ഇവൻ അത് യൂസ് ചെയ്യുന്ന എന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. ഇവൻ അത്രക്കാര്യം ബുദ്ധി ഉണ്ടെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതാണ് സത്യം. ഓ എത്ര നേരം പിടിച്ചേക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. അതും ഡയറക്റ്റ് അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് വെച്ച സ്ഥലത്തേക്കാണ് അടിയുന്നത്. സോ ലെറ്റ്സ് ട്രൈ ഗൈസ്, ലെറ്റ്സ് ട്രൈ ടു സർവൈവ് 24 hours. ഐസിനെ കാട്ടി തണുപ്പ്, ഐസ് തട്ടി വെള്ളം തെറിക്കുന്നതാണ് ഗൈസ്. ഐസ് വെള്ളത്തിലാണ് ഐസിനെ കാട്ടി തണുപ്പ്. ഈ ടൈം ആയപ്പോഴത്തേക്കും എർണോൾഡ് പോയി, ഞാൻ കുട്ടൂസും മാത്രമാണ് ഉണ്ടായത്. കുട്ടൂസിന് എവിടെ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വേഗം പുറത്താക്കാൻ വേണ്ടിട്ട് 16 ഫുൾ ഫാൻ സ്പീഡിലാണ് AC ഇട്ടിട്ടുള്ളത്. എന്നെ ഓരോ സെക്കൻഡും പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഇത് സർവൈവ് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവൻ എന്നെ കൊണ്ട് യാതൊരു വിധത്തിലും സർവൈവ് ചെയ്യിപ്പിക്കൂല എന്നുള്ള രീതിയിൽ എന്നോട് ഈ ഒരു കാര്യം പറയുന്നത്. ടീഷർട്ട് വെച്ചാൽ മൈക്ക് കുത്താൻ പറ്റൂല, അതുകൊണ്ട് പോസിബിൾ അല്ല. മൈക്ക് വേണം, അല്ലാതെ വീഡിയോ രക്ഷപ്പെട്ടില്ല. എടാ ഒരു സമയത്ത് ഒരു ഇത് കൊണ്ട് അല്ലെ ഞാൻ വേഗം നോക്കണം, പിന്നെ വീഡിയോ കണ്ടിട്ട് വെള്ളം കുറക്കണ്ടി വന്ന്, അത് സത്യമാണ്. പക്ഷെ ഇടത്തേക്ക് എത്തിക്കാൻ വേറെ വഴിയില്ലാത്തത് ഫുള്ള് എന്റെ കഴുത്ത് വരെ. AC-ന്റെ തണുപ്പ് വരുന്നേ ഉള്ളൂ ഗൈസ്. ഇങ്ങനെ ഇരുന്ന് എനിക്ക് തോന്നുന്നു AC നിന്ന് നമുക്ക് കുറച്ചില്ല രക്ഷപ്പെടാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇങ്ങനെ അങ്ങ് പോയിക്കോളും, എന്നെ അടിക്കൂല. ഇതെന്താ ഇത് ഭയങ്കര തണുക്കുക. അയ്യോ എണീച്ചുണ്ടായിനാ ഭയങ്കര ചൂടായിരിക്കും. AC-ന്റെ അടിയിൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യുന്ന വെച്ചിട്ട് ഞാൻ മാക്സിമം ഡ്രമ്മിൽ മുങ്ങിയിട്ടാണ് ഇന്നത് കുറച്ചെങ്കിലും തണുപ്പിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇനി എനിക്ക് ആകെയുള്ള ഒരു പ്രാർത്ഥന ഇവൻ എന്നെ നിർത്തിക്കാൻ തോന്നരുതേ എന്നുള്ളതാണ്. പുറത്ത് നിൽക്കാനേ പറ്റൂല കേട്ടോ, നിക്കുന്നത് ഒരു ഓപ്ഷനേ അല്ല, പറ്റേയില്ല നിൽക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ ഉള്ളിലാണ് സേഫ് ഗൈസ്. ചിലപ്പോ നിങ്ങൾ വിചാരിക്കും തണുപ്പാണ് വെള്ളത്തിലിരിക്കുന്നത് ബുദ്ധിയില്ല, പക്ഷെ ഇപ്പൊ വെള്ളത്തിലിരിക്കുന്നതാണ് ബുദ്ധി. പറക്കുന്നുണ്ടുള്ളൂ ഇടക്കിടക്ക് ചില മൊമെന്റ്സിൽ ബോഡി ഷിവർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പോക്കാണ്ടിട്ട് ഞാൻ 24 hours സർവൈവ് ചെയ്യുന്നില്ല, പക്ഷെ 12 hours എങ്കിലും എനിക്ക് സർവൈവ് ചെയ്യണം. നമ്മൾ കളി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. RCB ആണെങ്കിലും മര്യാദക്ക് കളിക്കുന്നുമില്ല. RCB മര്യാദ കളിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്തടേ, ഇവൻ എല്ലാ ദേഷ്യവും എന്നോടാണ് തീർക്കുന്നത്. അങ്ങനെ ഞാൻ പേടിച്ച് തന്നെ സംഭവിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു നിക്കണോ, ചാലഞ്ച് അല്ലേ, നമ്മള് പറയുന്നത് എന്തും ചെയ്യുന്നതാണ്. ഓന് ലേശം ദേ തോന്നിട്ട് ഞാൻ RCB-നെ സപ്പോർട്ട് വരെ ചെയ്തു. പക്ഷെ എന്നിട്ട് ഓൻ എന്നോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഗൈസ്. എനിക്കറിയില്ല ഇനി എത്ര നേരം എനിക്ക് ഈ ഒരു AC കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നു. ഗൈസ് എന്നെ എന്ത് കണ്ടാലും എത്തുന്നു തോന്നില്ല. ഞാൻ വിചാരിച്ച ഔട്ടായാലെങ്കിൽ ഇരുത്തുന്നു. സ്റ്റോപ്പ് ഗൈസ്, ഐ എം സ്റ്റോപ്പ് ഗൈസ്. അങ്ങനെ 24 hours ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യേണ്ട ഇറങ്ങാണ് നമ്മള്. 12 hours അടുത്ത് വരെ എത്തി, പക്ഷേ പറ്റുന്നില്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ നല്ലതാണ്. AC ഒന്നുകൊണ്ടാണ് ഗൈസ്, ഇല്ലെങ്കിൽ ഞാൻ ഷുവർ ആയിട്ടും പിടിച്ചത് നേരെ, പക്ഷെ പറ്റുന്നില്ല. സോ നമ്മൾ അടുത്ത 24 hours ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഐ എം സ്റ്റോപ്പിംഗ് ദിസ് ചലഞ്ച്. മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ്. ബൈ.